ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. നമ്മുടെ ടെൻസിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുലേഷൻ, അതിൻ്റെ യൂസേഴ്സ് ഇവയൊക്കെയാണ്. അതിന് മുമ്പൊരു കാര്യം, ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ചും എൻ്റെ ഫ്രണ്ട്സ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ ക്ലാസ് കാണുന്നവർ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ, അതല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ആദ്യം ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് V1. ഞാൻ കുറേ എക്സാമ്പിൾസ് പറയാം. ദേ വിൽ ഹാവ് ബീൻ ഗോയിങ്, ദേ വിൽ ഹാവ് ബീൻ ഗോയിങ്, സബ്ജക്റ്റ് വന്നു, ദേ വിൽ വന്നു, ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് V1, ദേ വിൽ ഹാവ് ബീൻ ഗോയിങ്. ഷീ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്, ഷീ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. ദേ വിൽ ഹാവ് ബീൻ ലേണിംഗ്, സബ്ജക്റ്റ് വന്നു, ദേ വിൽ ഹാവ് ബീൻ plus ing form of V1, they will have been learning. Sinu will have been driving, he will have been speaking, he will have been speaking. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വിൽ, ഷാൽ ഇവയുടെ കൂടെ നോട്ട് ചേർത്താൽ മതി. വില്ലിൻ്റെയും ഷാലിൻ്റെയും ഉപയോഗം പഠിച്ചതാണ്. ദേ വിൽ ഹാവ് ബീൻ ഗോയിങ്, ദേ വിൽ നോട്ട് ഹാവ് ബീൻ ഗോയിങ്, ദേ won't have been going. She will have been waiting എന്നുള്ളത് she will not have been waiting, she won't have been waiting. They will have been learning എന്നുള്ളത് they won't have been learning. Sinu will have been driving, Sinu won't have been driving. He will have been speaking എന്നുള്ളത് he won't have been speaking. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദേ വിൽ ഹാവ് ബീൻ ഗോയിങ്, ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ വിൽ അങ്ങ് ആദ്യം പറഞ്ഞാൽ മതി. ദേ വിൽ ഹാവ് ബീൻ ഗോയിങ്, വിൽ ദേ ഹാവ് ബീൻ ഗോയിങ്. ദേ വോണ്ട് ഹാവ് ബീൻ ഗോയിങ്, ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ വില്ലും നോട്ടും ആദ്യം പറഞ്ഞാൽ മതി. വോണ്ട് ദേ ഹാവ് ബീൻ ഗോയിങ്. ദേ വിൽ ഹാവ് ബീൻ ഗോയിങ്, വിൽ ദേ ഹാവ് ബീൻ ഗോയിങ്. ദേ വോണ്ട് ഹാവ് ബീൻ ഗോയിങ്, വോണ്ട് ദേ ഹാവ് ബീൻ ഗോയിങ്. ദേ വിൽ ഹാവ് ബീൻ ലേണിംഗ്, വിൽ ദേ ഹാവ് ബീൻ ലേണിംഗ്. ദേ വോണ്ട് ഹാവ് ബീൻ ലേണിംഗ്, വോണ്ട് ദേ ഹാവ് ബീൻ ലേണിംഗ്. ഷീ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്, will she have been waiting? She won't have been waiting, won't she have been waiting? Sinu will have been driving, will Sinu have been driving? Sinu won't have been driving, won't Sinu have been driving? ഇനി നമുക്ക് ഈ ടെൻസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കൂടുതലായിട്ടും അറിയേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ഇതിൻ്റെ യൂസസ്. ഡ്യൂറേഷൻ ഇൻ ദ ഫ്യൂച്ചർ, അതായത് ഭാവിയിലെ ഒരു ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു കാലയളവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഇനി വരാനുള്ള ഒരു ടൈമാണ്, ആ ടൈമിൽ ഒരു പ്രവൃത്തി കുറേ നേരം നീണ്ടു നിൽക്കും, അതായത് ആ പ്രവൃത്തിയുടെ ഡ്യൂറേഷൻ. വെൻ യു കം ദേ വിൽ ഹാവ് ബീൻ സ്പീക്കിംഗ് ഫോർ 2 hours. നിങ്ങൾ വരുമ്പോൾ അവർ 2 മണിക്കൂറായിട്ട് സംസാരിക്കുകയായിരിക്കും. നിങ്ങൾ വരുമ്പോൾ ഉള്ള ഒരു കാര്യമാണ്. ആ വരുന്ന ടൈമിൽ അവർ സംസാരിക്കുകയായിരിക്കും. എങ്ങനെ? 2 മണിക്കൂറായി സംസാരിക്കുകയായിരിക്കും. വെൻ ഐ ഫിനിഷ് ദിസ് കോഴ്സ് ഐ വിൽ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 5 years. ഞാൻ ഈ കോഴ്സ് ഫിനിഷ് ചെയ്യുമ്പോൾ ഞാൻ 5 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും. ഇപ്പോൾ 5 വർഷമായിട്ട് പഠിക്കുകയല്ല. ഞാൻ ഈ കോഴ്സ് ഫിനിഷ് ചെയ്യുമ്പോൾ ഞാൻ 5 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും. ആ ടൈമിൽ ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെ? 5 വർഷമായി തുടരുന്നൊരു പ്രവൃത്തി. വെൻ യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഐ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 4 hours. നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഞാൻ 4 മണിക്കൂറായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയായിരിക്കും. നീ ആ വരുന്ന ടൈമിൽ 4 മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരിക്കും. ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയല്ല, ഇനി വരാനുള്ള ടൈമിലെ പ്രവൃത്തിയാണ്. വെൻ യു റീച്ച് മൈ ഹോം മൈ ഫ്രണ്ട്സ് വിൽ ഹാവ് ബീൻ മേക്കിംഗ് ഫുഡ് ഫോർ യു ഫോർ 2 hours. നീ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് 2 മണിക്കൂറായിട്ട് നിനക്ക് ഫുഡ് ഉണ്ടാക്കുകയായിരിക്കും. ഇനി വരാനുള്ള ടൈമാണ്, ആ ടൈമിൽ ആ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്നുള്ള അർത്ഥം.
കോസ് ഓഫ് സംതിങ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്തിൻ്റെയെങ്കിലും കാരണമായിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. വെൻ ഹി റീച്ച്ഡ് ദി റെയിൽവേ സ്റ്റേഷൻ ഹി വിൽ ബി ടയർഡ് ബിക്കോസ് ഹി വിൽ ഹാവ് ബീൻ വാക്കിംഗ് ഫോർ 2 hours. അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവൻ ടയർഡായിരിക്കും, കാരണം 2 മണിക്കൂറായിട്ട് അവൻ നടന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇവിടെ അവൻ ടയർഡായിരിക്കും എന്ന് പറയുന്നത് കുറേ നേരമായി നിലനിൽക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. വെൻ യു സീ ഹർ, ഹെർ ലാംഗ്വേജ് വിൽ ബി ബെറ്റർ ബിക്കോസ് ഷി വിൽ ഹാവ് ബി ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 years. നീ അവളെ കാണുന്ന ടൈമിൽ അവളുടെ ലാംഗ്വേജ് ബെറ്റർ ആയിരിക്കും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ 2 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. വെൻ യു റീച്ച് യുവർ ഹോം, യുവർ റൂം വിൽ ബി ക്ലീൻ ബിക്കോസ് യുവർ മദർ വിൽ ഹാവ് ബീൻ ക്ലീനിങ് യുവർ റൂം ഫോർ 4 hours. നിൻ്റെ റൂം വൃത്തിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം 2 മണിക്കൂറായിട്ട് നിൻ്റെ അമ്മ നിൻ്റെ റൂം വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും എന്നുള്ളതാണ്. ഈ ടെൻസ് നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പരമാവധി സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.